കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുരങ്ങനെത്തി. ഇന്ന് ഉച്ചയ്ക്കാണ് ടെർമിനൽ 2 പരിസരത്ത് കുരങ്ങനെ കണ്ടത്. എയർപോർട്ട് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് എത്തി കുരങ്ങനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ടെത്താനായിട്ടില്ല. അഞ്ജലി ശ്രീജിതരാജുണ്ട് വിവരങ്ങളുമായി. അഞ്ജലി, ഇപ്പോൾ കുരങ്ങൻ ഇപ്പോഴും വിമാനത്താവളത്തിലുണ്ട് അല്ലേ? സ്മൃതി, അതെ. 10 മിനിറ്റ് മുമ്പ് വരെ കുരങ്ങനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നിരുന്നു. പക്ഷേ കുരങ്ങനെ ഇപ്പോഴും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ കോമ്പൗണ്ടിലൊക്കെ ആയിരുന്നു ആദ്യം കുരങ്ങനെ കണ്ടിരുന്നത്. പിന്നീട് ഈ കുരങ്ങൻ മരത്തിന്റെ മുകളിലേക്ക് പോയി താഴേക്ക് ഇറങ്ങാത്തൊരവസ്ഥയായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 ആദ്യം ഈ കുരങ്ങനെ ഈ പരിസരത്ത് കണ്ടത്. ടെർമിനൽ 2 പരിസരത്തായിരുന്നു കുരങ്ങൻ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നും കുരങ്ങനെ പിടിക്കാനായിട്ട് എയർപോർട്ട് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് എത്തി. പക്ഷെ അവർ ഒരുപാട് ശ്രമിച്ചിട്ടും ഈ കുരങ്ങനെ താഴേക്ക് എത്തിക്കാനോ കുരങ്ങനെ പിടിക്കാനോ കഴിഞ്ഞില്ല. തുടർന്ന് പിന്നീട് ഇപ്പോൾ ഈ കുരങ്ങൻ ഈ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെയാണ് ഉള്ളത്. കുരങ്ങനെ പിടിക്കാനുള്ള ശ്രമം ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങി കൂടുതൽ ശല്യമൊന്നും ഉണ്ടാക്കാത്തതിനാൽ ഫ്ലൈറ്റ് ഒന്നും ഇതുവരെയും യാതൊന്നും തടസ്സപ്പെട്ടിട്ടില്ല. കുരങ്ങൻ ഇപ്പോഴും ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെയാണ് ഉള്ളതെന്നാണ് എയർപോർട്ട് അധികൃതർ അറിയിക്കുന്നത്. ഇതിനായി ബന്ധപ്പെട്ട് വനംവകുപ്പ് അധികൃതർ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഈ കോമ്പൗണ്ടിന് അടുത്തേക്ക് എത്തിയാൽ ഇത്തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ കൂടുതൽ നടപടി അല്ലെങ്കിൽ കൂടുതൽ അതിവേഗമുള്ള ശ്രമങ്ങളിലേക്ക് ഇവർ തുടരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ കുരങ്ങൻ ഈ എയർപോർട്ടിന്റെ ഭാഗത്തുള്ള ബിൽഡിങ്ങുകളിലാണ് ഉള്ളത്. ആദ്യം തന്നെ മരത്തിന് മുകളിൽ പല മരങ്ങളിലായിട്ട് ചാടിക്കൊണ്ട് വലിയ രീതിയിലുള്ള സാഹസ പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇപ്പോൾ കുരങ്ങൻ ബിൽഡിങ്ങിന് മുകളിൽ റെസ്റ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു വിവരമാണ് എയർപോർട്ട് അധികൃതർ നമ്മോട് പങ്കുവയ്ക്കുന്നത്. കൂടാതെ നിരവധി ആളുകൾക്കും വലിയ കൗതുകം തന്നെയാണ് ഈ കുരങ്ങനെ ഇപ്പോൾ കണ്ടത്. കൂടാതെ പലരും പറയുന്നത് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ കുരങ്ങൻ എത്തിയത് കൊണ്ട് കുരങ്ങന്മാർ പുറത്തിറങ്ങി നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. 2 വാർത്തകളായി അത്തരത്തിൽ വരുന്നു. അഞ്ജലി ശ്രീജിതരാജാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.